ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ നമ്മൾ സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയമാണ് കൃഷ്ണകുമാറിന്റെ ഏറ്റവും ഇളയ മകളായിട്ടുള്ള ഹൻസിക കൃഷ്ണകുമാർ. ആ പെങ്കൊച്ചിന്റെ ഒരു സബ്സ്ക്രിപ്ഷൻ വീഡിയോ ലീക്ക് ആയിട്ടുണ്ടായിരുന്നു. സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പെങ്കൊച്ചിന് സബ്സ്ക്രിപ്ഷൻ ഉണ്ട് കേട്ടോ, ഇൻസ്റ്റഗ്രാം സബ്സ്ക്രിപ്ഷൻ, എക്സ്ക്ലൂസീവ് കണ്ടന്റുകൾ ഇടാൻ. എല്ലാവരും ഇതുപോലുള്ള ഈ പറയുന്ന വൃത്തികേടുകളല്ല സബ്സ്ക്രിപ്ഷനിൽ കാണിക്കുന്നത്. നല്ല നല്ല കണ്ടന്റുകൾ ഇടുന്ന ആൾക്കാരും ഉണ്ട് ഇൻസ്റ്റഗ്രാം സബ്സ്ക്രിപ്ഷനിൽ. പക്ഷെ വേറെ ചില സ്ത്രീകളെ പോലെ ഈ സ്വന്തം ശരീരം പ്രദർശിപ്പിച്ചല്ല ഇൻസ്റ്റഗ്രാം സബ്സ്ക്രിപ്ഷനിലൂടെ പണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. എന്താന്ന് പറഞ്ഞാലും ഈ പറയുന്ന പെങ്കൊച്ചിന്റെ ഈ ഒരു സബ്സ്ക്രിപ്ഷൻ വീഡിയോ ഏതോ ഒരുത്തിന് എടുത്ത് ലീക്കാക്കി സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ചർച്ചാ വിഷയം. നമ്മളുമൊക്കെ ഇതെടുത്ത് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പെങ്കൊച്ച് ആദ്യമൊന്നും ഇതിനെതിരെ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് ഇവർ എന്ത് ചെയ്തു, നേരത്തെ പിടിച്ച് അങ്ങോട്ട് സ്ട്രൈക്ക് കൊടുത്തു. അതായത് ഈ പെങ്കൊച്ചിന്റെ ഫോട്ടോയും വീഡിയോയും ഒക്കെ നമ്മൾ എടുത്തിട്ടാണല്ലോ അത് നമ്മൾ റിയാക്ട് ചെയ്യുന്നത്. അതിനെന്ത് ചെയ്തു, ഇവരുടെ വീഡിയോ ചെയ്തവർക്കൊക്കെ നേരത്തെ പിടിച്ച് സ്ട്രൈക്ക് കൊടുത്തു. ഈ പറയുന്ന എനിക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരു സ്ട്രൈക്ക്. ഒരു സ്ട്രൈക്ക് കിട്ടിയപ്പോൾ വല്ലാത്ത ദേഷ്യം തോന്നിപ്പോയി. കാരണം നമ്മൾ അവരെക്കുറിച്ച് ഇല്ലാത്തതൊന്നും തന്നെ പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ അവരുടെ ഒരു എന്താ പറയുക, സബ്സ്ക്രിപ്ഷനിൽ അവരിട്ട ഒരു വളരെ മോശമായിട്ടുള്ള രീതിയിലുള്ള ഒരു വീഡിയോയാണ് ലീക്കായത്. അതും നമ്മൾ ആരും അവരുടെ വീട്ടിൽ പോയി ഒളിക്യാമറ വെച്ചോ അല്ലെങ്കിൽ അവരുടെ പുറകെ പോയിട്ട് ഒന്നും എടുത്തല്ല. അവരായിട്ട് പണം കൊടുത്ത് അവരുടെ വീഡിയോ കാണാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് വേണ്ടി കാണാനായിട്ട് അവരിട്ട് കൊടുത്തൊരു വീഡിയോ ഏതോ ഒരുത്തിന് അങ്ങ് ലീക്കാക്കി. അങ്ങനെയാണ് അത് പുറത്തായതും ഈ പെങ്കൊച്ചൊക്കെ ഈ രീതിയിലാണ് പണം ഉണ്ടാക്കുന്നതൊക്കെ നമ്മൾ മനസ്സിലാക്കിയത്. അപ്പൊ എന്തായി, എല്ലാവരും ഈ പെണ്ണെടുത്ത് റിയാക്ട് ചെയ്യാൻ തുടങ്ങി. ട്രോളുകള്, റിയാക്ഷൻ വീഡിയോ, അങ്ങനെ ഭയങ്കരമായിട്ടുള്ള ഒരു സൈബർ ബുള്ളിങ് ഈ പെങ്കൊച്ചിന്റെ നേരെ ഉണ്ടായി. അപ്പോൾ ഇവരുടെ ചാനലുകളിൽ, അതായത് ഇവരുടെ സബ്സ്ക്രിപ്ഷൻ ഇട്ട വീഡിയോ ആണ് ലീക്കായത്. അങ്ങനെയാണ് നമ്മളൊക്കെ ഇതെടുത്ത് റിയാക്ട് ചെയ്യുന്നത്. അതിന് കലി വന്നിട്ട് ഈ പെണ്ണിന്റെ ഫോട്ടോയും വീഡിയോസ് ഒക്കെ എടുത്ത് റിയാക്ട് ചെയ്തവർക്കെതിരെയൊക്കെ അങ്ങ് സ്ട്രൈക്ക് അങ്ങ് കൊടുത്തു. ഈ സ്ട്രൈക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിനെ നല്ല രീതിയിൽ ബാധിക്കും. നമ്മുടെ ചാനലിന്റെ റീച്ച് പോകും, വരുമാനം കുറയും, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. 3 മാസം വരെ ഈ ഒരു സ്ട്രൈക്ക് നമ്മുടെ ചാനലിലുണ്ടാവും. ആ 3 മാസത്തേക്ക് നമ്മുടെ ചാനലിന്റെ അവസ്ഥ വളരെ മോശമായിരിക്കും. അപ്പോൾ എനിക്കും എൻ്റെ ചാനലിലും ഈ ഒരു സ്ട്രൈക്ക് കിട്ടിയത് കൊണ്ട് തന്നെ എനിക്ക് നല്ല ദേഷ്യം ആ പെങ്കൊച്ചിനോട് തോന്നിപ്പോയി. കാരണം നമുക്കൊക്കെ ഇട്ട് കഴിഞ്ഞ് ഏകദേശം ഒരു 1500 വ്യൂ ഒക്കെ എൻ്റെ ആ ഒരു വീഡിയോയ്ക്ക് വന്നുള്ളൂ. പക്ഷേ വലിയ വലിയ യൂട്യൂബേഴ്സ്, അതായത് സായി കൃഷ്ണ, നമ്മുടെ ഖൈസ്, അങ്ങനെയുള്ള കുറേയധികം യൂട്യൂബേഴ്സ് ഇവരുടെ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്തു. അവർക്കൊക്കെ നല്ല 1-2 ലക്ഷം വ്യൂവും വന്നു. പക്ഷെ അവർക്ക് ആർക്കും സ്ട്രൈക്ക് കൊടുത്ത് നമ്മളാരും കണ്ടില്ല. അതേസമയം നമ്മളെപ്പോലുള്ള ഈ ചെറിയ ചെറിയ ചാനലിനൊക്കെ അവരങ്ങ് സ്ട്രൈക്ക് തന്നു. എന്താണെന്നൊന്ന് ആലോചിച്ച് നോക്കണം. ഇവരുടെയൊക്കെ ഈ ഒരു ഹുങ്ക് അല്ലെങ്കിൽ അഹങ്കാരം എത്രത്തോളാണെന്നൊന്ന് ആലോചിച്ച് നോക്കണം. ഇപ്പൊ ഇവരുടെ ഈ ഒരു കുടുംബത്തെ കുറിച്ച് പറയുകയാണ്. കുടുംബത്തിലെല്ലാം നല്ല രീതിയിൽ അഹങ്കാരം പിടിച്ചതുങ്ങളാണ്. അതിൽ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ കഴിഞ്ഞിടെ ദിയ കൃഷ്ണ, ഒബയോസിലെ ദിയ കൃഷ്ണ, അതായത് കൃഷ്ണകുമാറിന്റെ 2ാമത്തെ മകള് ദിയ കൃഷ്ണ അവരുടെ അമ്മായിയമ്മയെ കുറിച്ചിട്ട് ഒരു പരാമർശം നടത്തിയിട്ടുണ്ടായിരുന്നു. അതായത് വേറൊന്നുമല്ല, മദേഴ്സ് ഡേയുടെ അന്ന് ആ പറയുന്ന അവരുടെ അയ്യമ്മേനെ അമ്മയെന്ന് വിളിക്കേണ്ട കാര്യമില്ല, പകരം ആന്റി അങ്കിൾ എന്നാണ്, അതായത് അവരുടെ ഭർത്താവിന്റെ അശ്വിന്റെ അച്ഛനെയും അമ്മയും ആന്റി അങ്കിൾ എന്നാണ് ഞാൻ വിളിക്കുന്നത്. വഴിയെ പോകുന്നവരെയൊന്നും അങ്ങനെ അമ്മയെന്ന് വിളിക്കേണ്ട കാര്യമില്ല. എനിക്ക് അമ്മയെന്ന് വിളിക്കാനും അച്ഛയെന്ന് വിളിക്കാനും എൻ്റെ വീട്ടില് ഒരു അമ്മയും അച്ഛനും ഉണ്ട്. എനിക്ക് അവരെ മാത്രം വിളിച്ചാൽ മതി, അല്ലാതെ വഴിയെ പോകുന്നവരെയൊന്നും എനിക്ക് അങ്ങനെ വിളിക്കേണ്ട കാര്യമില്ല എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് മദേഴ്സ് ഡേയുടെ അന്ന് തന്നെ ഈ ദിയാകൃഷ്ണ പറഞ്ഞു. എത്രത്തോളം അഹങ്കാരം ഉണ്ടെന്ന് ആലോചിച്ച് നോക്കിയേ. പോട്ടെ, ഓരോരുത്തരുടെ ഇഷ്ടമാണല്ലോ എന്ത് വിളിക്കണം വിളിക്കണ്ട എന്നൊക്കെ ഉള്ളത്, അവരവരുടെ ഇഷ്ടമാണ്, ആയിക്കോട്ടെ. പക്ഷെ പബ്ലിക്കിൽ വന്നിട്ട് ഇമാതിരി രീതിയിലൊക്കെ സംസാരിക്കുമ്പോൾ അത് കാണുന്ന ആൾക്കാർ വെറുതെ മിണ്ടാതിരിക്കത്തില്ല. ഇവരുടെ ഈ ഒരു കുടുംബത്തിലുള്ള എല്ലാ എണ്ണവും ഇതുപോലെ അഹങ്കാരം പിടിച്ചതുങ്ങളാണ്, അതിൽ സംശയമൊന്നുമില്ല. കാരണം പണം ഉണ്ടല്ലോ ഇവർക്കൊക്കെ, ഇവർക്ക് നല്ല പണം, അതുപോലെ ഫാമിലിയിലുള്ള എല്ലാവർക്കും ഓരോ യൂട്യൂബ് ചാനലും ഉണ്ട്, നല്ല രീതിയിൽ വരുമാനമല്ലേ കിട്ടുന്നത്. അഹങ്കാരം നന്നായിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഇവരാണ് എയറിൽ കിടന്ന് പാറി പറക്കുന്നത്. അതായത് ദിയ കൃഷ്ണ, അതുപോലെ തന്നെ ഈ കൃഷ്ണകുമാറിന്റെ ഏറ്റവും ഇളയ മകളായിട്ടുള്ള ഹൻസിക കൃഷ്ണ, എല്ലാവരും എയറിൽ കിടന്ന് പാറി പറക്കാണ്. ഇപ്പൊ എന്തായാലും ഹൻസിക കൃഷ്ണ ഒരു പോസ്റ്റുമായിട്ട് വന്നിട്ടുണ്ട്. അതായത് ഇൻസ്റ്റഗ്രാമിൽ ഒരു പോസ്റ്റ് അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറേയധികം കാര്യങ്ങൾ ഇവർ പറയുന്നുണ്ട്.
അത് ചുരുക്കി ഞാൻ പറയാം. ഈ പെങ്കൊച്ച് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഈ ഒരു സംഭവം ഉണ്ടായതിനു ശേഷം ആ പെങ്കൊച്ച് ഭയങ്കരമായിട്ട് വിഷമിച്ചു, ഭയങ്കര ഒരു ഡെസ്പായിരുന്നു, കുടുംബത്തിലുള്ളവർക്കും ഭയങ്കര ബുദ്ധിമുട്ടായി പോയി. ഞാൻ ഒരിക്കലും ഇങ്ങനെ വരുമെന്ന് കരുതിയിട്ടല്ല അങ്ങനെ ഒരു വീഡിയോ സബ്സ്ക്രിപ്ഷനിൽ ഷെയർ ചെയ്തത്. പക്ഷെ ഞാൻ അങ്ങനെ ഒരു വീഡിയോ ഷെയർ ചെയ്തപ്പോൾ അത് ആരോ എടുത്ത് പബ്ലിക്കിൽ ലീക്കാക്കി. അങ്ങനെ പല ആൾക്കാരും പണത്തിന് വേണ്ടിയിട്ട് ആ പെങ്കൊച്ചിനെ കുറിച്ച് ഇല്ലാത്തതൊക്കെ പറഞ്ഞു. എന്തില്ലാത്തതാണ് പറഞ്ഞത്? ആ ഒരു വീഡിയോയുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ സംസാരിച്ചത്. ആ പെങ്കൊച്ച് അത് സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ ഇൻസ്റ്റയിലോ അല്ല ഫേസ്ബുക്കിലോ ഒക്കെ ഡയറക്റ്റ് ആയിട്ട് ഇട്ടിരുന്നെങ്കിൽ ഓക്കെ. പക്ഷെ ഇത് അങ്ങനെയല്ല. സബ്സ്ക്രൈബേഴ്സിന് കാണാൻ വേണ്ടിയിട്ട് ഹോട്ട് ആയിട്ടുള്ള കണ്ടന്റ് ആണ് ഇട്ടത്. അത് ഏതോ ഒരുത്തൻ ലീക്കാക്കി അതെടുത്ത് എല്ലാവരും റിയാക്ട് ചെയ്തു. അതിനാണ് നമ്മൾ സംസാരിച്ചത്. അല്ലാതെ ഇവരോടൊക്കെ നമുക്ക് വ്യക്തിപരമായിട്ട് എന്തെങ്കിലും വൈരാഗ്യമുണ്ടോ? പോസ്റ്റിൽ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ കുടുംബത്തിലും ഇത് ഭയങ്കരമായിട്ട് ബാധിച്ചു, ഞാൻ ഭയങ്കര വിഷമത്തിലായിരുന്നു. അതുപോലെ ഇവരുടെ ഈ പറയുന്ന ഹൻസികയും അവരുടെ മൂത്ത സഹോദരിയായിട്ടുള്ള, അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അഹാന കൃഷ്ണകുമാർ. അഹാനയും ഈ ഹൻസികയും കൂടെയുള്ള ഒരു ഒരു ആൽബം റിലീസ് ആയിട്ടുണ്ടായിരുന്നു, പൂക്കൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായപ്പോഴത്തേക്കും ആ ഒരു ആൽബത്തിനെ അത് വല്ലാതെ ബാധിച്ചു എന്നൊക്കെയുള്ള രീതിയിലാണ് ഈ പെങ്കൊച്ചു പറയുന്നത്. ഇവിടെ ഞാൻ പിന്നെയും പറയുന്നു, നമ്മൾ ആരും അവരുടെ പുറകെ പോയിട്ടോ അല്ലെ അവരുടെ വീട്ടിൽ ഒളിക്യാമറ വെച്ചിട്ടോ ഒളിഞ്ഞിരുന്ന് എടുത്ത വീഡിയോ അല്ല സോഷ്യൽ മീഡിയയിൽ ലീക്കായത്. ഇവരായിട്ട് ഇവരുടെ ഇൻസ്റ്റയിലിട്ട, അതായത് സബ്സ്ക്രിപ്ഷനിലിട്ട വീഡിയോയാണ് ലീക്കായത്. എന്തുകൊണ്ട് എന്നിട്ട് അതാരാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റാത്തത്? അതുകൊണ്ട് തന്നെ ഈ പെങ്കൊച്ചിന് സബ്സ്ക്രിപ്ഷനിൽ ഏകദേശം 1000 കടന്ന ഇപ്പൊ 4600 സംതിങ് ആൾക്കാരാണ് ഈ ഒരു പെങ്കൊച്ചിന്റെ സബ്സ്ക്രിപ്ഷൻ എടുത്തിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണം. എന്നിട്ട് ന്യായീകരണം പറയുന്നത്, എന്റെ സബ്സ്ക്രിപ്ഷനിലൂടെ എനിക്ക് കിട്ടിയ പണം ഒരു പൈസ പോലും ഞാൻ എടുക്കത്തില്ല, എടുത്തിട്ടുമില്ല, അത് വേറെ എന്തോ സാമൂഹിക കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ചെലവാക്കിയതെന്നാണ് പറയുന്നത്. എന്തായാലും കൊള്ളാം കേട്ടോ, കഷ്ടം തന്നെ. നമുക്കാർക്കും അറിയത്തില്ലല്ലോ സത്യമാണോ പറയണേന്നുള്ളത്. എന്തായാലും ഇമാതിരി വൃത്തികേട് കാണിച്ചിട്ട് കിട്ടിയ പൈസയല്ലേ, അത് പിന്നെ എന്തിന് ചെലവാക്കിയാൽ എന്ത്? ഇവിടെ ഇപ്പൊ ഇവര് പറയുന്നത് ഇവർ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഇവര് ഫുള്ള് ക്ലിയർ ആണ് എന്നുള്ള രീതിയിലാണ് ഇവരെ ഒന്ന് സംസാരിക്കുന്നത്, അല്ലെ ഇവരിങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. നമുക്കങ്ങനെ തോന്നുന്നില്ല, ഇവര് കാണിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. ഇവരെന്നല്ല, ആരിമാതിരി അപരാധം കാണിച്ചാലും നമ്മൾ അതിനെതിരെ പ്രതികരിക്കും, സംസാരിക്കും. അതിലൊരു മാറ്റവും ഇല്ല. ഇനിയിപ്പോ എത്ര സ്ട്രൈക്ക് കിട്ടിയെന്ന് പറഞ്ഞാലും നമ്മൾ ഇതിനെതിരെയൊക്കെ പ്രതികരിച്ചുകൊണ്ടേയിരിക്കും.